ഇന്ന് അമേരിക്കയിൽ കാണുന്ന ഈ റിവൈവൽ, ഉണർവ് എന്ന് പറയുന്നത് നേരെ തിരിച്ചുള്ള ഒരു പോക്കാണ്. എന്തു വന്നാലും സത്യം പറഞ്ഞിരിക്കും, ഇതാണ് സത്യം, ചിന്തിച്ചു നോക്കും, ഇതാണ് ലോജിക്ക്, ഇതാണ് ദൈവം നമുക്ക് അംഗീകരിക്കത്തക്ക വിധത്തിൽ തെളിവുകളോടുകൂടെ വെളിപ്പെടുത്തി തന്ന വചനം പറയുന്നത് ഇതാണ്. അമേരിക്കയിൽ ഇന്ന് കാണുന്ന ഈ യുവതലമുറയിലെ ഈ മാറ്റം, പ്രകടമായ മാറ്റം, ദൈവോന്മുഖമായിട്ടുള്ളൊരു മാറ്റം, അത് ഭാരതത്തെ എങ്ങനെ ബാധിക്കും എന്നാണ് താങ്കളുടെ ഒരു ഒബ്സർവേഷൻ? ബിബ്ലിക്കൽ തത്വങ്ങളൊന്നും പാശ്ചാത്യമല്ല, അത് ഏഷ്യയിൽ തന്നെ ഉണ്ടായതാണ്. ഇതെല്ലാം പാശ്ചാത്യമാണ്, നമ്മളെ നശിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു പ്രേരണ ചെലുത്തുന്ന ഒരു വലിയ വ്യവസ്ഥിതി ഇന്ത്യയിലുണ്ട്. പെർവേർഷൻസിനെ എല്ലാം ന്യായീകരിക്കുക, LGBT വന്നാലും അബോർഷൻ വന്നാലും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ലോകത്ത് മുഴുവനുള്ള ഒരു കൾച്ചറുണ്ട്. അതൊരു ഇടതുപക്ഷ ചിന്താഗതിയാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ആവണമെന്ന് നിർബന്ധമില്ല, ഒരു ഇടതുപക്ഷ ചിന്താഗതിയാണ്. പരിണാമം പോലെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത വെറും സങ്കല്പങ്ങളെ ശാസ്ത്രമായിട്ട് അവതരിപ്പിച്ച് ആളുകൾക്ക് അപകർഷതാബോധം ഉണ്ടാക്കി സത്യം പറയുന്നതിൽ നിന്ന് ആളുകളെ തടയുകയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ചാർലി കിർക്കിൻ്റെ മരണത്തോടെ ലോകമാസകലം ഒരു മാറ്റം, പ്രകടമായ മാറ്റമുണ്ടാകുന്നു എന്നതാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. മാറ്റം ആരംഭിക്കുന്നത് അമേരിക്കൻ യുവ സമൂഹത്തിലാണ്. ആ യുവജനത കൂടുതൽ ദൈവാഭിമുഖ്യമുള്ളവരായി മാറുന്നു, ദുർമാർഗങ്ങൾ വിട്ട് അവർ പിന്മാറുന്നു, ബൈബിളിലേക്ക് മടങ്ങുന്നു, കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു. അങ്ങനെ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ അമേരിക്കയിലൊരു വലിയ മാറ്റത്തിൻ്റെ അലയൊലികൾ ആഞ്ഞടിക്കുകയാണ്. എറിക്ക കിർക്ക് പറഞ്ഞതുപോലെ ചാർലിയുടെ മരണത്തെ തുടർന്ന് അമേരിക്കയിലെങ്ങും ഒരു റെവല്യൂഷനോ റിബല്യനോ ഉണ്ടായില്ല, പകരം ഒരു റിവൈവലാണ് ഉണ്ടായത്. ഇന്ദിരയും രാജീവും ഉൾപ്പെടെയുള്ള ലോക നേതാക്കന്മാർ അവർ കൊല്ലപ്പെട്ടപ്പോൾ പിടിച്ചാൽ കിട്ടാനാവാത്തത്ര കലഹവും കലാപവും ഉണ്ടായത് നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്നാൽ ഈ സംഭവത്തെ തുടർന്നാകട്ടെ നേരെ വിപരീത ഫലമാണ് ഉണ്ടായത്. ദൈവം ഇല്ല എന്ന് പറഞ്ഞു നടന്നവർ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ആരാധനാലയങ്ങളുടെ പടി പോലും കണ്ടിട്ടില്ലാത്തവർ ചർച്ചിൽ പോകാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ആദിപാഠങ്ങൾ പോലും പഠിക്കാത്തവർ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങി. ക്രിസ്തുവിനെ പറ്റിയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റിയും പലരും ഗൗരവമായി ചിന്തിക്കുവാൻ തുടങ്ങി. 2001 9/11 എന്തൊക്കെ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയാം. എന്നാൽ 4 നൂറ്റാണ്ട് കഴിഞ്ഞ് ഒരു 9/10 സംഭവിച്ചപ്പോൾ ലോകമാസകലമുള്ള ഒരു ക്രിയാത്മകമായ മാറ്റത്തിൻ്റെ നാന്ദിക്കുറിപ്പായി അത് മാറി. ഒട്ടേറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തള്ളിവിടുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. ഇന്ന് ഈ അമേരിക്കൻ യുവജനതയിൽ കാണുന്നൊരു മാറ്റം ആത്യന്തികമായിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വിജയമായിട്ട് അതിനെ ചിത്രീകരിക്കാൻ കഴിയുമോ? അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. കാരണം ഈ ചാർലി തുടങ്ങിയ ഈ പ്രസ്ഥാനം വാസ്തവത്തിൽ വളരെ ഹമ്പിൾ ബിഗിനിങ് ആയിരുന്നു. ഏതാണ്ട് $2000 താഴെയുള്ള നിക്ഷേപമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഏകദേശം 2000 ക്യാമ്പസുകളിൽ പ്രോഗ്രാം നടത്തി കാണും, അനേക റേഡിയോ വീഡിയോ പ്രോഗ്രാംസ്, ദശലക്ഷക്കണക്കിന് ആളുകൾ ഓരോ പ്രോഗ്രാമും കാണുന്നു. അപ്പോൾ ഒരു വലിയ ചേഞ്ച് അമേരിക്കയെ മുഴുവൻ ഒന്ന് പിടിച്ചു കുലുക്കാനായിട്ട് സാധിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിലും ഭയങ്കരമായിട്ട് ഈ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു മടങ്ങി വരവ് അനിവാര്യമാണെന്ന് യുവജനങ്ങൾക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം ഇതൊരു വലിയ ചേഞ്ചിൻ്റെ നാന്ദിയാണെന്ന് തന്നെ വേണം ചിന്തിക്കാനായിട്ട്. ഈ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങൾ ചാർലി കിർക്കിൻ്റെ മരണം, അതിനുശേഷമുള്ള അനന്തര സംഭവങ്ങൾ, ഇതിനൊക്കെ വളരെ വലിയ സംഭവങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കൂട്ടർ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സുവിശേഷ മഹായോഗമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ എന്ന് പോലും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലോബൽ തരംഗമായിട്ട് മാറാൻ ഈ ക്രിസ്ത്യൻ തോട്ട്സ് ലോകത്തെ കീഴടക്കാനുള്ളൊരു സാധ്യത താങ്കൾ കാണുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമതായിട്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളുള്ള ഒരു സ്ഥലം അമേരിക്ക, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവർ. അത് ഇൻ്റലിജൻഷ്യയാണ് പലപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് കുടിയേറുന്നത്. അപ്പം തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് പ്രചരിക്കാൻ അതൊരു കാരണമാണ്. രണ്ടാമതായിട്ട് സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആണ്. ഇപ്പം ഈ അസാസിനേഷൻ അങ്ങോട്ട് കഴിഞ്ഞപ്പം, ചാർലിയുടെ മരണം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിൽ തന്നെ നേരത്തെ പലർക്കും ഇദ്ദേഹത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഇങ്ങനൊരു ജീവി ഉണ്ടെന്ന് അറിയാവുന്നല്ലാതെ അതിനപ്പുറം വലിയ ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. ഇപ്പം കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ ഇടയായി.
നേരത്തെ ശാസ്ത്രമാണ് ആത്യന്തിക സത്യം, ശാസ്ത്രത്തിൻ്റെ പേരിൽ പറയുന്നതെല്ലാം ശരിയാണ്, അതുകൊണ്ട് ബൈബിളിലെ ചില കാര്യങ്ങൾ ശാസ്ത്രത്തിൻ്റെ പേരിൽ പറയുന്നതായിട്ട് ചേരുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരു രീതിയിൽ പഠിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ സമൂഹത്തെ മാറ്റി മറിച്ചിരിക്കുകയായിരുന്നു. നമുക്കറിയാം, വാസ്തവത്തിൽ ഇതൊരു വ്യാജ പ്രചരണമാണ്. ശാസ്ത്രം തന്നെ അവകാശപ്പെടുന്നില്ല ശാസ്ത്രം ആത്യന്തികമാണെന്ന് അവകാശപ്പെടുന്നില്ല. ഓരോ വർഷവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പം പഴയ കണ്ടുപിടുത്തങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. 2022 നോബൽ പ്രൈസ് തന്നെ എടുത്തു നോക്കിയാൽ ഐൻസ്റ്റീൻ്റെ ചിന്താഗതി തെറ്റായിരുന്നു എന്ന് തെളിയിച്ചതിനാണ് 2022 നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. എൻറ്റാങ്കിൾമെൻ്റ് എന്നും പറഞ്ഞാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഐൻസ്റ്റീനെ പോലുള്ള ഒരു പ്രമുഖൻ വിശ്വസിച്ചിരുന്നത് തെറ്റാണെന്ന് കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരോ വർഷവും ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പം പഴയ കണ്ടുപിടുത്തങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുക. ആരോ തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ആദ്യം ഒരു കണ്ടുപിടുത്തം നടത്തുന്നതിന് നോബൽ പ്രൈസ്, പിന്നീട് അത് തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്നതിന് നോബൽ പ്രൈസ്. ശാസ്ത്രം അതാ, ശാസ്ത്രത്തിൻ്റെ അവകാശവാദവും അതാണ്. ശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഫോൾസിഫയബിലിറ്റിയാണ്. ഫോൾസിഫയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രകാരന് കൊണ്ടുവന്ന ഒരു തിയറി അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാനുള്ള മാർഗങ്ങളുണ്ടായിരിക്കണം. എന്നിട്ട് ആ മാർഗങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങളിലൂടെയോ നിരീക്ഷണങ്ങളിലൂടെയോ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ തെളിയിക്കാൻ കഴിയണം. അതാണ് ശാസ്ത്രം. അപ്പം തെറ്റാണെന്നോ ശരിയാണെന്നോ തെളിയിക്കാൻ കഴിയാത്ത ഒന്ന് ശാസ്ത്രമല്ല. അനേക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെളിച്ചെണ്ണ നമ്മുടെ എല്ലാം ശത്രുവായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് വിലയൊക്കെ കുറഞ്ഞ് അനേക കർഷകർ കുത്തുവാള എടുക്കാനായിട്ട് ഇടയായി. ഇപ്പോൾ അമേരിക്കയിൽ പലരും രാവിലെ ഓരോ സ്പൂൺ വെളിച്ചെണ്ണ കഴിച്ചിട്ടാണ് ദിവസം തുടങ്ങുന്നത്. അവർ പറയുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ശാസ്ത്രം അതാണ് ബൈ ഡെഫിനിഷൻ. ശാസ്ത്രകാരന്മാർ തന്നെ അതാ പറയുന്നത്. ഹോക്കിങ്ങിനെ പോലെയും അതുപോലെ മിച്ചിയോ കാക്കുവിനെ പോലെയും ഒക്കെയുള്ള പ്രഗത്ഭ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം ഇങ്ങനെയാണ്, അത് വെറും ഒരു സിദ്ധാന്തമാണ്, അത് എന്ന് വേണമെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കപ്പെടാം. പക്ഷേ ചില ശാസ്ത്ര സിദ്ധാന്തങ്ങളെടുത്ത് ഇത് ആത്യന്തിക സത്യമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് ആളുകളിലെല്ലാം ഒരു അപകർഷതാബോധം ഉണ്ടാക്കിയിട്ട് സത്യം പറയുന്നതിൽ നിന്ന് ആളുകളെ തടയുക. അതാണ് ലോകത്തിലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ടെക്നോളജി. വിദ്യാഭ്യാസത്തിൽ വൈഡായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം ഈ വോക്ക് കൾച്ചർ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ വോക്ക് കൾച്ചർ. അതായത് ഈ ഇങ്ങനെയുള്ള പെർവേർഷൻസിനെ എല്ലാം ന്യായീകരിക്കുക, LGBTQ വന്നാലും അബോർഷൻ വന്നാലും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ലോകത്ത് മുഴുവനുള്ള ഒരു കൾച്ചറുണ്ട്. അതൊരു ഇടതുപക്ഷ ചിന്താഗതിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ആവണമെന്ന് നിർബന്ധമില്ല, ഒരു ഇടതുപക്ഷ ചിന്താഗതിയാണ്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ധാരാളം ആൾക്കാർ ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട്, ഭരണതലത്തിലുണ്ട്. ട്രംപിന് മുമ്പേ അമേരിക്കയിലും അത് തന്നെയായിരുന്നു. അപ്പോൾ ഈ വോക്ക് കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളെയൊക്കെ നിയന്ത്രിക്കുന്നതും നമ്മുടെ സിലബസ് എഴുതുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ പരിണാമം പോലെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത വെറും സങ്കല്പങ്ങളെ ശാസ്ത്രമായിട്ട് അവതരിപ്പിച്ച് ആളുകൾക്ക് അപകർഷതാബോധം ഉണ്ടാക്കി സത്യം പറയുന്നതിൽ നിന്ന് ആളുകളെ തടയുകയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അമേരിക്കയിൽ കാണുന്ന ഈ റിവൈവൽ, ഉണർവ് എന്ന് പറയുന്നത് നേരെ തിരിച്ചുള്ള ഒരു പോക്കാണ്. എന്തു വന്നാലും സത്യം പറഞ്ഞിരിക്കും. ഇതാണ് സത്യം, ചിന്തിച്ചു നോക്കൂ, ഇതാണ് ലോജിക്ക്, ഇതാണ് ദൈവം നമുക്ക് അംഗീകരിക്കത്തക്ക വിധത്തിൽ തെളിവുകളോടുകൂടെ വെളിപ്പെടുത്തി തന്ന വചനം പറയുന്നത് ഇതാണ്. ഒരു ദൈവമില്ലാതെ ഈ പ്രപഞ്ചം ഉണ്ടാകാൻ കഴിയുകയില്ല, ശാസ്ത്രം അനുസരിച്ച് തന്നെ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട വചനമുണ്ട്, ദൈവം ഒരുക്കിയ പാപമോചന മാർഗമുണ്ട്, ദൈവത്തിൻ്റെ മൊറാലിറ്റിയുണ്ട്. ആ മൊറാലിറ്റിയാണ് നമുക്കെല്ലാവർക്കും സമൂഹത്തിനും ഒക്കെ തന്നെ നല്ലത്. ഇത് പഠിപ്പിക്കാനുള്ള ഒരു ധൈര്യം നമ്മുടെ തലമുറകൾക്ക് വീണ്ടും നൽകുന്ന ഒരു വലിയ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ അസാസിനേഷൻ പോലും അതിനായിട്ട് വഴി തെളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയിലെ ഒരു വലിയ റിവേഴ്സൽ അല്ലെങ്കിൽ റിവൈവലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പോൾ പാശ്ചാത്യ ലോകത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വേഗത്തിൽ ഭാരതത്തിൽ കടന്നുകൂടാറുണ്ട്. ഉദാഹരണത്തിന് വസ്ത്രധാരണ രീതിയിലുള്ള മാറ്റം, ആഹാരത്തിലുള്ള രീതി, ജീവിതശൈലിയിലുള്ള മാറ്റം, ഇതൊക്കെ പഴയ കാലത്തൊക്കെ 50-75 വർഷങ്ങൾ എടുക്കുമായിരുന്നെങ്കിൽ ഇപ്പം നൊടി മാത്രയിൽ ഇവിടേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിൽ ഇന്ന് കാണുന്ന ഈ യുവതലമുറയിലെ ഈ മാറ്റം, പ്രകടമായ മാറ്റം, ദൈവോന്മുഖമായിട്ടുള്ളൊരു മാറ്റം, അത് ഭാരതത്തെ എങ്ങനെ ബാധിക്കും എന്നാണ് താങ്കളുടെ ഒരു ഒബ്സർവേഷൻ? ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത, സത്യത്തിനെതിരെ ഭാരതത്തിൽ തന്നെ വേറൊരു തരത്തിലുള്ള റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. അപ്പം പാശ്ചാത്യമായതെല്ലാം കളവാണ്, പാശ്ചാത്യമായത് വാസ്തവത്തിൽ ബിബ്ലിക്കൽ തത്വങ്ങളൊന്നും പാശ്ചാത്യമല്ല, അത് ഏഷ്യയിൽ തന്നെ ഉണ്ടായതാണ്.
മാത്രമല്ല 1-ാം നൂറ്റാണ്ടിൽ തന്നെ തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിൽ വന്ന് പഠിപ്പിച്ചാണ്. ഇതൊട്ടും പാശ്ചാത്യമല്ല. എന്നാലും ഇതിനെല്ലാം പാശ്ചാത്യമായി തന്നെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ചെയ്തത്. അപ്പം ഇതെല്ലാം പാശ്ചാത്യമാണ്, നമ്മളെ നശിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു പ്രേരണ ചെലുത്തുന്ന ഒരു വലിയ വ്യവസ്ഥിതി ഇന്ത്യയിലുണ്ട്. എന്നാലും ഗ്രാജ്വലി അതിനെ അതിജീവിച്ച് നമ്മുടെ യുവജനങ്ങളെ സത്യത്തിലേക്ക് നയിക്കാനുള്ള സകല സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ലോകം ഒന്നാണ്. സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും അതുപോലെ തന്നെ അവെയർനെസ്സൊക്കെ വളരെ കൂടുതലാണ്. അയൽവക്കത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് എല്ലാവരും അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ട്രെൻഡ്സ് ഇന്ത്യയും ബാധിക്കും എന്ന് തന്നെ വേണം കരുതാനായിട്ട്. പക്ഷേ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളിലോ നടക്കുന്നതിനേക്കാളും അല്പം കൂടെ സമയം എടുക്കാനുള്ള സാധ്യതയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുൻപ് ലോകമാസകലം സുവിശേഷം എത്തണം എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നിറവേറലാകുമോ ഈ ചലനം? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും. നമ്മൾ ശാസ്ത്രത്തിൻ്റെ വികസനം തന്നെ നോക്കിയാൽ, ശാസ്ത്രം എടുത്താണല്ലോ വിശ്വാസത്തെ ഇകഴ്ത്താനും വിശ്വാസത്തെ തകർക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ വികസനം തന്നെ നോക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ശാസ്ത്രം അല്ലെങ്കിൽ ടെക്നോളജി പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 2 സാക്ഷികളെ ലോകം മുഴുവൻ കാണും, അവർ മരിച്ചു കിടക്കുന്നത് കാണുമെന്നൊരു പ്രയോഗമുണ്ട്. ഒരു പക്ഷെങ്കിൽ 100 വർഷം മുമ്പേ ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമായിരുന്നില്ല. പക്ഷേ ഇന്ന് അവരവരുടെ മൊബൈലിലിരുന്ന് കാണാം. ഇപ്പം TV, അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ്, അത് കഴിഞ്ഞ് സ്മാർട്ട് ഫോണ്, ഇതെല്ലാം വന്നപ്പോൾ ഇത് മുഴുവൻ ആ അർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഉണർവുകളും ലോകം മുഴുവൻ ദർശിക്കത്തക്ക വിധത്തിൽ എല്ലാവരും അറിയത്തക്ക വിധത്തിലാണ് ഇന്ന് ഒരു ജലാശയത്തിലൊരു കല്ല് വീഴുമ്പോൾ അതിൽ നിന്നുള്ള തിരമാലകൾ പരന്നു പോകുന്നത് പോലെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യത്തക്ക വിധത്തിൽ ഉള്ള ഒരു ചലനം നമ്മൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഈ ചാർലി കിർക്കിൻ്റെ സന്ദേശങ്ങൾ ലോകത്തിൽ മുഴുവൻ രൂപാന്തരത്തിന് വഴിമരുന്നിട്ടു, രാഷ്ട്രീയമായ രൂപാന്തരത്തിന് വഴിമരുന്നായി തീർന്നു എന്ന് പറയാറുണ്ട്. അമേരിക്കയിലും അതാണ് സംഭവിച്ചേക്കുന്നത്. പക്ഷേ ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഒരു നല്ല അമേരിക്ക കെട്ടിപ്പടുക്കുക എന്നുള്ള ഉപരിയായിട്ട് അതിനൊരു ആത്മീയ തലമുണ്ടായിരുന്നോ? ഈ ടേണിംഗ് പോയിന്റ് കേവലം ഒരു ഗുഡ് അമേരിക്ക ആക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്കൊരു ലക്ഷ്യമുണ്ടോ? ഇദ്ദേഹം പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് 3 തലത്തിൽ കാണാം. ഒന്ന്, രാഷ്ട്രീയമായിട്ടുള്ള കാര്യം, ഒരു അമേരിക്കയെ നല്ല അമേരിക്കയാക്കുക. എനിക്ക് തോന്നുന്നു റീഗനായിരുന്നു മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള മാഗ സ്ലോഗൻ കൊണ്ടുവന്നത്. പക്ഷേ ഇദ്ദേഹം ഒരു പുസ്തകം തന്നെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ലുക്ക് ആയിരുന്നു, പൊളിറ്റിക്കൽ വിഷനായിരുന്നു അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കണം എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് നോക്കിയാൽ ഒരു 2/3 സ്പിരിച്വലായിരുന്നു. സാമൂഹികമായും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഭാഗത്തുണ്ട്, അതെല്ലാവരും ശ്രദ്ധിക്കും. പക്ഷേ കൂടുതലും സ്പിരിച്വലായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി നമ്മൾ കാണുന്നുണ്ട്. അതായത് ബൈബിൾ പ്രിൻസിപ്പിളാണ് ലോകത്തിലെ ബാക്കി എല്ലാ മേഖലകളിലെയും തത്വചിന്ത രൂപാന്തരപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ച് വേണം ബാക്കി എല്ലാ മേഖലകളിലെയും കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടേണ്ടെന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ നോക്കുന്ന ചലനങ്ങളും സമൂഹത്തിൽ നോക്കുന്ന ചലനങ്ങളും അതുപോലെ ആത്മീയതയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചലനങ്ങളും ഒക്കെ തന്നെ ബൈബിളുമായിട്ട് ടോട്ടലി ലിങ്ക്ഡാണ്. അതിനെല്ലാം ഒരു ആത്മീയ തലമുണ്ട്. എന്നാൽ അദ്ദേഹം ചെയ്തിരുന്ന ഒരു നല്ല ഭാഗം പ്രവർത്തനം ആത്മീക ലക്ഷ്യത്തിൽ തന്നെ ഉള്ളതായിരുന്നു. ചുരുക്കത്തിൽ ഈ അമേരിക്കയിലും അതുപോലെ ഇസ്രായേലിലും ലോകമാസകലം ഈ നാളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയാണ്, ബൈബിളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയാണ്. ഇതാണ് സത്യം എന്നുള്ള വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു വലിയ ഡൈലമ നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട്. മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയും സുഖഭോഗങ്ങളോടുള്ള അമിതാവേശവും ഒരു വശത്ത്, ഈ അടുത്ത കാലം വരെ അതിങ്ങനെ അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് കൗണ്ടർ ചെയ്യത്തക്ക വിധത്തിൽ ആത്മീയതയുടെ ഒരു തിരയിളക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ കർത്താവിൻ്റെ വചനം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുന്ന സമയത്താണ് കർത്താവ് വരേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ സത്യം അറിയണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം സഫലീകൃതമാകുവാനായിട്ട് ഇന്നത്തെ ടെക്നോളജിയും അതുപോലെ ഇതുപോലുള്ള മഹാരഥന്മാരുടെ പ്രവർത്തനങ്ങളും ഇടയാക്കും എന്നുള്ളതിന് സംശയം. ആത്മീയ തിരയിളക്കം അതൊരു ആത്മീയ പ്രളയമായിട്ട് മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന തലമുറ മുഴുവൻ അതിനാൽ ആവാഹിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ പ്രസംഗമധ്യേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ചാർലി എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നെങ്കിലും
ഞാൻ അദ്ദേഹത്തെ പോലെ ക്രിസ്തുവിനെ പറ്റി അധികമൊന്നും പരസ്യമായി പരസ്യവേദികളിൽ പറയാറുണ്ടായിരുന്നില്ല. എന്നാൽ ചാർലിയുടെ മരണശേഷം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ യേശുക്രിസ്തുവിനെ പറ്റി പറയാറുണ്ട്. JD വാൻസ് അങ്ങനെ പറയുന്നത് ക്രിസ്തു ദൈവസ്നേഹത്തിൻ്റെ എംബോഡിമെൻ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ യേശുക്രിസ്തു ഒരു മതസ്ഥാപകനോ മതനേതാവോ പ്രവാചകനോ ഒന്നുമല്ല. മനുഷ്യ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനാണ്. ഈ രക്ഷകനെ, ഈ ദൈവപുത്രനെ നമുക്ക് സ്വീകരിക്കാം. ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ ഉടമകളായി നമുക്ക് തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.